ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഫിലഡൽഫിയ സഭയ്ക്കുള്ള ദൂതാണ് നാം ചിന്തിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആസിയയിലെ ഏഷ്യ മൈനറിലുള്ള 7 സഭകൾക്കുള്ള ദൂതിൽ 6ാമത്തെ സഭയാണ് ഫിലഡൽഫിയ സഭ. ഈ 7 സഭകളിൽ 2 സഭകളോടാണ് കർത്താവ് പ്രശംസിച്ച് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് സഭയുടെ നിലവാരത്തെക്കുറിച്ച് കുറ്റം പറയാതെ പ്രശംസിച്ച് സംസാരിക്കുന്നു. സ്മുർണ സഭയോട് സംസാരിക്കുമ്പോഴും ഫിലഡൽഫിയ സഭയോട് സംസാരിക്കുമ്പോഴും കർത്താവ് അവരെക്കുറിച്ച് ന്യൂനതകൾ, കുറ്റങ്ങളൊന്നും പറയുന്നില്ല. അവിടെ കർത്താവ് വളരെ സ്നേഹത്തോടെ മൃദുലമായ വാക്കുകൾ, മാർദ്ദവമുള്ള വാക്കുകൾ, മധുരമായ വാക്കുകൾ കർത്താവ് പറഞ്ഞ് ആ സഭകളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എല്ലാ കാലത്തും എല്ലാ സഭയിലും എല്ലാ സമൂഹത്തിലും ദൈവത്തിന് ഒരു കുറ്റം പറയാൻ വകയില്ലാത്തവരായി നാം നിൽക്കുമെങ്കിൽ അതൊരു വലിയ നേട്ടമായിരിക്കും. സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ, മനുഷ്യൻ നോക്കുമ്പോഴല്ല, സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ എന്നിൽ ഒരു കുറ്റവും കാണരുത് എന്നുള്ള ഒരു നിർബന്ധം നമുക്കുണ്ടായിരിക്കണം. രഹസ്യങ്ങൾ കാണുന്ന ദൈവം നോക്കുമ്പോൾ എൻ്റെ പക്ഷത്ത് ഒരു കുറ്റവും കാണാനിട വരരുത്, ഒരു തെറ്റും കാണാനിട വരരുത്. ദൈവം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നവനാണ്. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു, അന്തരിന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നു, അകത്തെ അവയവങ്ങളെ ശോധന ചെയ്യുന്നു, അകത്തെ ചിന്താഗതി, അകത്തെ മനോഭാവം എല്ലാം കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നു, എല്ലാം ശോധന ചെയ്തുകൊണ്ടിരിക്കുന്നു. മനുഷ്യരെ നമുക്ക് മറയ്ക്കാം, നമ്മുടെ ചിന്തകൾ മനുഷ്യരെ മറയ്ക്കാം. ചിന്തകൾ മനുഷ്യരെങ്ങനെ അറിയുന്നത്? ഒരാളുടെ ചിന്തകൾ വേറൊരാൾ അറിയാൻ സാധിക്കുകയില്ല. പക്ഷേ ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല. ചിന്തകൾ, വിചാരങ്ങൾ, അല്ല ആറ്റിറ്റ്യൂഡ്സ്, നമ്മുടെ മനോഭാവങ്ങൾ, ഇതെല്ലാം മനുഷ്യരെ മറയ്ക്കാൻ പറ്റിയാലും ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ മുമ്പിലെല്ലാം നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. തിരുവചനം പറയുന്നു, എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവാതിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേറൊടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നു. ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ക്രിസ്തു എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, എല്ലാം വിവേചിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോന്നും
എപ്പോഴും നമ്മൾ കുറ്റം കാണാൻ നമുക്ക് നല്ലത്. നമ്മൾ എന്തെങ്കിലും കുറ്റമുണ്ട് അതിന് കർശനമായിട്ട് ശാസിക്കണം ശിക്ഷിക്കണം എന്ന് വിചാരിച്ചല്ല. യേശുക്രിസ്തു എപ്പോഴും സ്നേഹം മാത്രമാണ്. നമ്മുടെ ജീവിതത്തിലുള്ളതായ തെറ്റുകൾ കർത്താവ് കാണുമ്പോൾ കർത്താവിൻ്റെ ഉള്ളം വേദനിക്കുന്നു. കാരണം നമുക്ക് ദൈവം ഒരുക്കിയിട്ടുള്ള മഹാഭാഗ്യത്തിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റുകയില്ലല്ലോ എന്നോർത്ത്. അതുകൊണ്ടാണ് ദൈവം ദുഃഖിക്കുന്നത്. ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ കരുതിയിട്ടുണ്ട്, വലിയ അനുഗ്രഹങ്ങൾ കരുതിയിട്ടുണ്ട്, ഒരു ശോഭനമായ ഭാവി കരുതിയിട്ടുണ്ട്. ഇഹലോകത്തിൽ തന്നെ കൂടുതൽ സുന്ദരമായ നല്ലൊരു ഭാവി കർത്താവ് നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. പക്ഷേ ആ ഭാവിയിലേക്ക് നമുക്ക് എത്താൻ പറ്റാതെ പോകുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് കർത്താവ് ദുഃഖിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പാപം വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ തിന്മ വരുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നതായ ആ ഉന്നത സോപാനങ്ങളിലേക്ക് നമുക്ക് കയറാൻ പറ്റുകയില്ലല്ലോ, കർത്താവ് ഒരുക്കിയിരിക്കുന്നതായ നല്ല നല്ല സ്ഥാനങ്ങൾ നമുക്ക് പ്രാപിക്കാൻ പറ്റുകയില്ലല്ലോ എന്ന് കർത്താവ് കാണുന്നത് കൊണ്ട് കർത്താവ് ദുഃഖിക്കുന്നു. ദൈവം എപ്പോഴും നമ്മൾ നോക്കുന്നത് നമുക്ക് തെറ്റുണ്ടോ എന്ന് നമുക്ക് കുറ്റം പറയാനല്ല, അല്ലെങ്കിൽ ശിക്ഷിക്കാനല്ല, ശാസിക്കാനല്ല. എപ്പോഴും കർത്താവ് നോക്കുന്നത് നമ്മെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ്. എന്തിന്? ആത്യന്തികമായി നാം ദൈവരാജ്യത്തിൽ എത്തിച്ചേരണം. ഇവിടെ എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും, ഇവിടെ രോഗമുണ്ടെങ്കിലും, ഇവിടെ ഞെരുക്കമുണ്ടെങ്കിലും, ഇവിടെ കഷ്ടപ്പാടുണ്ടെങ്കിലും, ഇവിടെ അനേകം പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും നമുക്ക് ഇവിടുത്തെ ഈ താൽക്കാലിക ജീവിതം കഴിഞ്ഞ് നിത്യമായ ഒരു യുഗം തുടങ്ങുമ്പോൾ നിത്യമായ സ്വർഗത്തിൽ നമുക്ക് സ്ഥാനം കിട്ടണം എന്നുള്ളതായ ലക്ഷ്യത്തോടെയാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്, കർത്താവ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഹൃദയങ്ങളുടെ ചിന്തനങ്ങളെയും പാപങ്ങളെയും വിവേചിക്കുന്നു പറയുന്നത്. ഹൃദയത്തിൽ കൂടെ പോകുന്ന ചിന്തകൾ കൂടി നിഴലിക്കുന്നതായ പാപങ്ങൾ അതെല്ലാം കർത്താവ് അറിയുന്നു, കർത്താവ് നോക്കുന്നു. എന്നിട്ട് കർത്താവ് നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ നാം ക്ഷീണിക്കുകയല്ല വേണ്ടത്, നാം തളരുകയല്ല വേണ്ടത്, നിരാശപ്പെടുകയല്ല വേണ്ടത്. ഇപ്പോഴും എനിക്ക് തെറ്റുണ്ട്, ദൈവം എന്താ എൻ്റെ തെറ്റ് പിന്നെ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് നമുക്ക് വിരസത വരികയല്ല വേണ്ടത്. ഭാഗ്യമായല്ലോ കർത്താവെ, എല്ലാം നിർമ്മലമായി ശോധന ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ കണ്ണാണല്ലോ കാണുന്നത്. അതുകൊണ്ട് കർത്താവെ ഞാൻ തിരുത്തിയിരിക്കും. ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നാം നമ്മുടെ തെറ്റുകൾ തിരുത്തി പോകുമ്പോൾ അതാണ് ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. ആരും ഒരിക്കലും തികഞ്ഞവരല്ല. ഭൂമിയിലുള്ള മനുഷ്യരാരും തികഞ്ഞവരല്ല. പെർഫെക്റ്റായിട്ട് ആരുമില്ല, തികഞ്ഞവരായിട്ട് ആരുമില്ല. എന്നാൽ നാം ഓരോരുത്തരും തികഞ്ഞവരാക്കുവാൻ കർത്താവ് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ തികഞ്ഞവരാകണമെങ്കിൽ ഇനിയും എന്തുമാത്രം മാറ്റങ്ങളാണ് വരേണ്ടിയിരുന്നത്. നമ്മുടെ ഓരോ മനോഭാവത്തിൽ എന്തുമാത്രം രൂപാന്തരം വരേണ്ടിയിരിക്കുന്നു, ചിന്താഗതികൾ എന്തോരം മാറ്റം വരേണ്ടിയിരിക്കുന്നു, മനോഭാവത്തിൽ എന്തുമാത്രം മാറ്റങ്ങൾ വരേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുവാനായിട്ട് കർത്താവ് അധ്വാനിക്കുകയാണ്. അതാണ് ഈ വചന ശുശ്രൂഷയിൽ കൂടി നമുക്ക് ലഭിക്കുന്നതായ മഹാഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതിൽ എഴുതുമ്പോൾ കർത്താവ് ആ സഭയെ വളരെ സൗമ്യമായും മധുരമായും അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു. ഒരു വലിയ അർത്ഥവത്തായ വാക്യമാണത്. ശക്തി കുറച്ചേ ഉള്ളൂ, കുഴപ്പമില്ല, നീ പേടിക്കണ്ട, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. നമ്മൾ പലരും പറയാറില്ലേ, ഞാൻ വലിയ കഴിവില്ലാത്ത മനുഷ്യൻ, ഞാൻ ബലഹീനനാണ്. നമുക്കത് മനസ്സിലാകും, ഞാൻ ബലഹീനനാണ്. എന്നാൽ കർത്താവ് പറയുന്നു, നീ ബലഹീനനാണ്, എനിക്കറിയാം, എന്നാൽ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു. നിൻ്റെ മുമ്പിൽ ഞാൻ വെച്ചിരിക്കുന്ന വചനമുണ്ട്, നിൻ്റെ മുമ്പിലേക്ക് ഞാൻ തന്നിരിക്കുന്നതായി വചനമുണ്ട്. ആ വചനം നീ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ട് അത് നിനക്ക് ഭാഗ്യമായി തീർന്നു. ശക്തി അധികം ഉണ്ടായിട്ടല്ല, അധികം ശക്തിയില്ല. ഇതൊന്നും പാലിച്ചുകൊണ്ട് പോകാനുള്ളതായ പ്രാപ്തിയോ ശക്തിയോ കഴുത്തോ നമുക്കില്ല. എന്നാൽ ഒരു കാര്യം നിർബന്ധമാണ്, കർത്താവിൻ്റെ വചനം നമുക്ക് ലഭിക്കുന്നു. വചനം നാം കാത്തുകൊണ്ടിരിക്കണം, വചനം സൂക്ഷിച്ചുകൊണ്ടിരിക്കണം, വചനം നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരിക്കണം, അനുഭവവേദ്യമാക്കിക്കൊണ്ടിരിക്കണം. നമുക്ക് വായിക്കാം. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, 7-ാം വാക്യം മുതൽ. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതനെ എഴുതുക. വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളുവെങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിൻ്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് അറിവാനും സംഗതി വരുത്തും. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിൻ്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരുശലേം എന്ന എൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേലെഴുതും.
ആത്മാവ് സഭകളോട് പറയുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. മധുരമായിട്ട് സ്നേഹോഷ്മളമായിട്ട് കർത്താവ് സംസാരിക്കുകയാണ്. ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ചുവട് ആ വാക്കുകളിലെല്ലാം ഇങ്ങനെ അതിൻ്റെ നിഴലാട്ടം നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനും ആയി ആരും അടയ്ക്കാതെ തുറക്കുകയും ആരും തുറക്കാതെ അടയ്ക്കുകയും ചെയ്യുന്നവനല്ല ചെയ്യുന്നു. ദാവീദിൻ്റെ താക്കോലുള്ളവൻ. ദാവീദ് പഴയ നിയമകാലത്തെ പ്രസിദ്ധനായ ഒരു ഭക്തനായിരുന്നു, ഒരു മധുര ഗായകനായിരുന്നു, പ്രവാചകനായിരുന്നു, ദാവീദ് രാജാവുമായിരുന്നു. ദാവീദിൻ്റെ താക്കോൽ എന്ന് പറയാൻ കാരണമുണ്ട്. കർത്താവ് ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രമാകുന്ന ഒരു വാക്യമുണ്ട്. ദാവീദിൻ്റെ ആ തലമുറയിൽ നിന്ന് പകർന്നു വന്നാണ് കർത്താവിൻ്റെ വംശപാരമ്പര്യം നിൽക്കുന്നത്. ദാവീദിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ കർത്താവിൻ്റെ കരത്തിലിരിക്കുന്നത് ദാവീദിനെ കർത്താവ് ഫലമേൽപ്പിച്ചു. ദാവീദിനെ ഫലമേൽപ്പിച്ച ആ താക്കോൽ അത് പിടിച്ചുകൊണ്ട് നിത്യനായ ദൈവം അരുളി ചെയ്യുകയാണ്. വിശ്വസിക്കുന്നവരെ, വിശ്വസ്തരായവരെ ഏൽപ്പിക്കുന്നതായ താക്കോലാണ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ എല്ലാവർക്കും കൊടുക്കുകയില്ല. ശീമോനോട് ബറിയോനാ ശീമോനെ നീ ഭാഗ്യവാൻ കർത്താവ് ഒരിക്കൽ പറയുകയുണ്ടായി. കാരണം കർത്താവ് എല്ലാവരും ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? പത്രോസ് പറഞ്ഞു, ചാടി പറഞ്ഞു, കർത്താവേ നീ ജീവനുള്ള ദൈവത്തിനായി ക്രിസ്തു ആകുന്നു എന്ന് പറഞ്ഞു. ബറിയോനാ ശീമോനെ നീ ഭാഗ്യവാൻ, നിനക്ക് ഇത് വെളിപ്പെടുത്തി കിട്ടിയല്ലോ, നിനക്ക് ഈ കാര്യം മനസ്സിലായല്ലോ. ബർ മകൻ യോഹന്നാനവനായ ശീമോനെ നീ ഭാഗ്യവാൻ, ബറിയോനാ ശീമോനെ നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളെല്ലാം നിനക്ക് വെളിപ്പെടുത്തി തന്നത്, മനുഷ്യരാരും വെളിപ്പെടുത്തി തന്നതല്ല, മനുഷ്യരാരും പറഞ്ഞു തന്നതല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രയെ നിനക്ക് വെളിപ്പെടുത്തി തന്നത്. ആരാണ് യേശു എന്ന് വെളിപ്പെടുത്തി തന്നത്? ദൈവരാജ്യത്തിൻ്റെ താക്കോലുള്ളവനാണ് യേശു എന്ന് വെളിപ്പെടുത്തി തന്നത്. അത് നിത്യനായ ദൈവമാണ്. ദാവീദിൻ്റെ പേരും വംശവും ശുഭ്രമായി ഉദയനക്ഷത്രവും യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുവാൻ കാരണം ദാവീദിൻ്റെ വംശപാരമ്പര്യത്തിൽ യേശുക്രിസ്തു ജനിച്ചു. എന്താണ് സുവിശേഷം എന്നുള്ളതിനെക്കുറിച്ച് പൗലോസ്യ പറയും, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച ഉയർത്തെഴുന്നേറ്റനായ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നതാകും സുവിശേഷം. സുവിശേഷം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്. രണ്ടാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൽ കാണാം. തിമോത്തിയോസിന് എഴുതിയ ലേഖനം 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം ആദ്യ ഭാഗം. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. വേറെ ഒരു ജ്ഞാനവും ഞാൻ പറയുന്നില്ലെന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച ക്രിസ്തു. പക്ഷേ ആ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടെങ്കിലും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അപ്പോസ്തലനായ പത്രോസ് ആദ്യത്തെ പ്രസംഗത്തിൽ, പെന്തക്കോസ്ത് പെരുന്നാൾ ദിവസം ചെയ്ത അന്നത്തെ പ്രസംഗത്തിൽ പത്രോസ് പറഞ്ഞ ചുരുക്കത്രയേ ഉള്ളൂ, ദൈവം തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ചു, നിങ്ങൾ അവനെ ക്രൂശിച്ചു, ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികൾ. ഇത്രയുള്ള പ്രസംഗം, വേറെ കൂടുതലൊന്നുമില്ല. ദൈവം തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയച്ചു, മനുഷ്യരുടെ പാപം വഹിക്കാൻ, മനുഷ്യരുടെ പാപത്തിന് ശിക്ഷയേൽക്കാൻ, മനുഷ്യരെ പാപത്തിൽ നിന്ന് മോചനം കൊടുക്കാൻ, അതിനെ തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. എന്നാൽ മനുഷ്യരവനെ കൈക്കൊണ്ടില്ല, നിങ്ങളവനെ കൈക്കൊണ്ടില്ല, യഹൂദ മതത്തിലെ മേലാളന്മാർ കൈക്കൊണ്ടില്ല, മതമേധാവികൾ കൈക്കൊണ്ടില്ല. അവരവനെ ക്രൂശിച്ചു, നിങ്ങളവനെ ക്രൂശിച്ചു. എന്നാൽ ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, അവൻ ജീവിക്കുന്നു, അതിന് ഞങ്ങൾ സാക്ഷികൾ. ഇതാണ് പ്രസംഗം. സുവിശേഷ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വേറെ കൂടുതലൊന്നും പറയാനില്ല. ക്രിസ്തു മനുഷ്യൻ്റെ പാപമോചനത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന പോലെ നാം ജഡസംബന്ധമായി മരിച്ച് ആത്മാസംബന്ധമായി മരിച്ച് നാം ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. നാം പുതിയ സൃഷ്ടികളായിത്തീരുന്നു. ഇതേ സുവിശേഷമുള്ളൂ, വേറെ ഒന്നുമില്ല, വേറെ ഒന്നും പറയാനില്ല. ഈ സുവിശേഷം ആര് അംഗീകരിക്കുന്നുവോ അവർക്ക് വേണ്ടി ദൈവരാജ്യത്തിൻ്റെ വാതിൽ തുറന്നിരിക്കും. പ്രിയപ്പെട്ടവരെ, അനേകം ക്രിസ്ത്യാനികൾ ഇന്ന് ഭയപ്പാടിലാണ്. വിശ്വാസികൾ, സാധാരണക്കാരായ ക്രിസ്ത്യാനികളല്ല, വിശ്വാസികൾ. കാരണം ഞാനിങ്ങനെ മുമ്പോട്ട് പോയാൽ ഞാൻ ദൈവരാജ്യത്തിൽ എത്തുമോ? കാരണം എൻ്റെ ഹൃദയത്തിൽ നിന്ന് പാവമൊന്നും പോകുന്നില്ല, പാവം മാറുന്നില്ല. ഇനി എൻ്റെ ജീവിതത്തിൽ നിന്ന് പാവം മാറാതിരുന്നാൽ എനിക്ക് ദൈവരാജ്യത്തിലെത്താൻ പറ്റുമോ? എൻ്റെ ചിന്തകൾ ശരിയാകുന്നില്ല, എൻ്റെ ആഗ്രഹങ്ങൾ നേരെയാകുന്നില്ല, എൻ്റെ മനോഭാവത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നു. ഇങ്ങനെ അങ്ങ് പോയാൽ
ഞാൻ ദൈവരാജ്യത്തിൽ എത്തുമോ? അങ്ങനെ ഭയപ്പെടുന്ന വിശ്വാസികളുണ്ട്. തീർച്ചയായിട്ടും നല്ല വിശ്വാസികൾക്ക് ഈ ഭയപ്പാട് ഉണ്ടാകും താനും, സംശയമില്ല. എന്നാൽ ആ ഭയപ്പാട് മാറും എപ്പോൾ? ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ പാപമോചനമുണ്ട് എന്ന് വിശ്വസിച്ച്, ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ സ്വർഗ്ഗരാജ്യത്തേക്കുള്ള പ്രവേശനമുണ്ട് എന്ന് വിശ്വസിച്ച്, ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന ആർക്കും ദൈവരാജ്യത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ആരും തികഞ്ഞവരായത് കൊണ്ടല്ല ദൈവരാജ്യത്തിൽ എത്തുന്നത്, ഒരിക്കലുമല്ല. നാം ആരും പൂർണ്ണരായത് കൊണ്ടല്ല ദൈവരാജ്യത്തിൽ എത്തുന്നത്. നാം ആരും വളർച്ച കിട്ടിയവരായത് കൊണ്ടുമല്ല ദൈവരാജ്യത്തിൽ എത്തുന്നത്. നാം ദൈവരാജ്യത്തിൽ എത്തുന്നത് ഞാൻ പാപിയാണ് എന്ന് അംഗീകരിച്ച്, എൻ്റെ പാപത്തിന് പരിഹാരമായി യേശുക്രിസ്തു ജീവിക്കുന്നു എന്ന് ഉള്ളത്തിൽ വിശ്വസിച്ച് ക്രിസ്തുവിനായി എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുമ്പോഴാണ് ദൈവരാജ്യത്തിൻ്റെ വാതിൽ എനിക്ക് തുറന്നു കിട്ടുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു പാപിയാണ് എന്ന് നാം തന്നെ അംഗീകരിച്ച്, പുറമേ പാപമൊന്നും ഇല്ലാത്തപ്പോഴും, പാവത്തിൻ്റെ പ്രവൃത്തിയില്ല, പാവത്തിൻ്റെ വാക്കുകളില്ല, പാവത്തിൻ്റെ പെരുമാറ്റമില്ല, പാവത്തിൻ്റെ ഇടപാടുകളില്ല, പാവത്തിൻ്റെ പെരുമാറ്റങ്ങളൊന്നുമില്ല, എങ്കിൽ പോലും ഞാൻ ഒരു പാപിയാണ്, എൻ്റെ രക്തത്തിൽ പാവമയമായ സ്വഭാവമുണ്ട് എന്ന് ഞാൻ സ്വന്തമായിട്ട് മനസ്സിലാക്കി, ഞാനത് അംഗീകരിച്ച് എൻ്റെ പാവത്തിൻ്റെ പരിഹാരമായി ക്രിസ്തു ക്രൂസിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ, വിശ്വാസം കർത്താവിനുള്ളതായി വിശ്വാസമാകുന്ന ആ ഒരു ശക്തി കേന്ദ്രത്തിൽ നിന്ന് കർത്താവ് പ്രവർത്തിച്ച് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു തരുന്നു, നമ്മെ സ്വർഗ്ഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ അർഹരാക്കി തീർക്കുന്നു. അങ്ങനെ സ്വർഗ്ഗവാതിൽ തുറന്നു കിട്ടുന്നു. ദൈവത്തിന് സ്തോത്രം. അനേകം ആളുകൾക്ക് ഈ മർമ്മം പിടികിട്ടുന്നില്ല. ഞാൻ എന്തെല്ലാമോ ചെയ്ത് സ്വർഗ്ഗരാജ്യത്തിൽ പ്രാപിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ചില പ്രവൃത്തികൾ ചെയ്ത്, മനോഗുണ പ്രവൃത്തികൾ ചെയ്ത്, നന്മ പ്രവൃത്തികൾ ചെയ്ത്, ചില സൽഗുണ പ്രവൃത്തികൾ ചെയ്ത് ദൈവരാജ്യത്തിൽ എത്താമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഒരു പ്രവൃത്തിയും അതിന് കാരണമല്ല എന്ന് വേദപുസ്തകം പറയുന്നു. ഒരു പ്രവൃത്തിയും വേണ്ട, അതൊന്നുമല്ല കാര്യം. ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രം. എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുന്നതോടുകൂടി എൻ്റെ സ്വഭാവം മാറണമെന്നും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ഞാൻ പുതിയൊരു സൃഷ്ടിയായി തീരണമെന്നും എൻ്റെ ഹൃദയം അംഗീകരിക്കുന്നു. അപ്പോൾ സ്വർഗ്ഗരാജ്യത്തിൻ്റെ വാതിൽ എനിക്ക് വേണ്ടി തുറന്നു കിട്ടുന്നു. ദൈവത്തിന് സ്തുതി. ഇതെല്ലാം ഹൃദയത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ നിരന്തരം പറയുന്നത് സഭ മാറണ്ട, സമുദായം മാറണ്ട, ഹൃദയം മാറിയാൽ മതി എന്ന് പറയുന്നത്. അത് വെറുതെ ഒരു വീൺവാക്കായി പറയുന്ന വാക്കല്ലത്. സഭ മാറണ്ടായെന്നും സമുദായം മാറണ്ടെന്നൊക്കെ പറയുന്നത് അർത്ഥവത്തായി ചിന്തിച്ച് പറയുന്ന വാക്കുകളാണ്. ഒരു സഭ മാറിയതുകൊണ്ടോ സമുദായം മാറിയതുകൊണ്ടോ ഒരു പുണ്യവും കിട്ടാനില്ല. നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങൾ ഈ വചനം കേട്ടിട്ടതിന് ശേഷം പിന്നെ വീണ്ടും നിങ്ങൾക്ക് ചിന്താക്കുഴപ്പം വരരുത്. അതിനുവേണ്ടിയാണ് പറയുന്നത്. സഭ മാറണ്ട, സമുദായം മാറണ്ട. ഒരു സഭയും മനുഷ്യനെ രക്ഷിക്കുകയില്ല, ഒരു സമുദായവും മനുഷ്യനെ രക്ഷിക്കുകയില്ല, ഒരു സഭാ നേതാക്കന്മാർ മനുഷ്യനെ രക്ഷിക്കുകയില്ല, ഒരു സഭാ പിതാക്കന്മാർ മനുഷ്യനെ രക്ഷിക്കുകയില്ല. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചടുപ്പ് തോന്നും. ഒരു സഭാപിതാക്കന്മാർക്കും നിങ്ങൾ രക്ഷിക്കാൻ കഴിയുകയില്ല. നിങ്ങളെക്കൊണ്ട് എന്തെല്ലാമോ സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതല്ലാതെ സഭാപിതാക്കന്മാർക്കെന്ന് പറയുന്നതായ ആളുകൾക്ക് അവർക്ക് നിങ്ങളെ ഒരിക്കലും ദൈവരാജ്യത്തിൽ കടത്തി വിടാൻ സാധിക്കുകയില്ല. ദൈവരാജ്യത്തിൽ നീ പോകണമെങ്കിൽ മകനെ നീ ഒരു കാര്യം ചെയ്യൂ. നിൻ്റെ ജീവിതത്തിൽ ഞാനൊരു പാപിയാണെന്ന് നിൻ്റെ ഉള്ള അംഗീകരിക്കുക. ഞാൻ അശുദ്ധനാണ് കർത്താവേ എന്ന് അംഗീകരിക്കുക. എന്നിൽ നന്മയില്ല എന്ന് അംഗീകരിക്കുക. പാവപ്രവൃത്തിയില്ല, മദ്യപാനമില്ല, കളവില്ല, കൊള്ളരുതായ്മയില്ല, അസത്യമില്ല, വഞ്ചനയില്ല, അശുദ്ധിയില്ല. ശരി, അങ്ങനെ പ്രവണതയുള്ള പാപങ്ങളൊന്നുമില്ലെങ്കിലും ശരി, എൻ്റെ രക്തത്തിൽ പാപമുണ്ട് എന്ന് ഞാൻ അംഗീകരിക്കുക. എൻ്റെ സ്വഭാവത്തിൽ പാപമുണ്ട് എന്ന് ഞാൻ അംഗീകരിക്കുക. ഈ സ്വഭാവത്തിലുള്ള പാപം മാറ്റാൻ എന്നെക്കൊണ്ട് സാധ്യമല്ലെന്ന് ഞാൻ അംഗീകരിക്കുക. ഞാൻ എത്ര വിചാരിച്ചാലും സ്വഭാവത്തിലെ പാപം മാറുകയില്ല. കർത്താവേ, അതിനുവേണ്ടിയാണ് നീ ക്രൂസിൽ മരിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. നീ ക്രൂസിൽ മരിച്ചതുപോലെ ഞാനും പഴയ മനുഷ്യൻ മരിക്കാനായി ഇതാ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. കർത്താവേ, നീ ക്രൂസിൽ മരിച്ചതുപോലെ എൻ്റെ പഴയ മനുഷ്യൻ മരിക്കാനായി ഞാനിത് ഏൽപ്പിച്ചു തരുന്നു. നീ ഉയർത്തെഴുന്നേറ്റതുപോലെ ഞാനും ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കാൻ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള വിശ്വാസത്തിൽ കൂടിയാണ് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ലഭിക്കുന്നത്. ആ വിശ്വാസം വരുമ്പോഴാണ് സ്വർഗ്ഗരാജ്യം തുറക്കപ്പെടുന്നത്. അതാണ് പറഞ്ഞത്, ആരും അടയ്ക്കാതവണ്ണം തുറക്കുകയും ആരും തുറക്കാതവണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവരിൽ ചെയ്തു. ആരും തുറക്കാതവണ്ണം അടയ്ക്കുന്നവൻ, ആരും അടയ്ക്കാതവണ്ണം തുറക്കുന്നവൻ. ദൈവത്തിന് സ്തോത്രം. എല്ലാം മർമ്മപ്രധാനമായ ആശയങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പിന്നെ ഇരുന്ന് ഇത് ഓരോ വാക്കും വായിച്ച് നിങ്ങൾ ധ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വലിയൊരു ആശയപ്രപഞ്ചം തുറന്നു കിട്ടും. വലിയൊരു ആശയം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തുറന്നു കിട്ടും. ഈ വേദപുസ്തകത്തിൽ ഓരോ വാക്ക് വായിച്ചിട്ട്, ഇത് ഓരോന്ന് വായിച്ചിട്ട് ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ആ വാതിൽ ഒന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ളതായ വാതിലാണ്, സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള വാതിൽ. 2 ക്രിസ്തു ആകുന്ന വാതിൽ. 3 വിശുദ്ധന്മാരുടെ സമൂഹത്തിലേക്ക് കടന്നു ചെല്ലാനുള്ളതായ വാതിൽ. 4-ാമത്തേത് പ്രാർത്ഥനയാകുന്ന വാതിൽ.
ഒന്ന്, സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ളതായ വാതിൽ. 2, ക്രിസ്തുവാകുന്ന വാതിൽ. 3, വിശുദ്ധന്മാരുടെ സമൂഹത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ളതായ വാതിൽ, സ്വർഗ്ഗരാജ്യത്തിലേക്കുള്ള വാതിൽ. 4-ാമത്തേത് പ്രാർത്ഥനയാകുന്ന വാതിൽ. പ്രാർത്ഥനയാകുന്ന വാതിൽ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രായോഗികമായി നമുക്ക് അനുഭവിക്കാവുന്ന കാര്യമാണ്. ഓരോരുത്തരും നിങ്ങൾ ചിന്തിക്കുക, ഞാൻ എത്ര സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്നുണ്ട്? ദൈവസന്നിധിയിൽ ഞാൻ എത്ര സമയം തന്നെത്താൻ ഇരിക്കുന്നുണ്ട്? നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക വിഷമം പിടിച്ച ഒരു പ്രശ്നം ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾ എന്തെല്ലാം ചെയ്യുമ്പോഴും ആ പ്രശ്നം നിങ്ങളുടെ മുന്നിൽ എപ്പോഴും നിൽക്കും. ആ പ്രശ്നം വരുമ്പോഴെല്ലാം നിങ്ങൾ കർത്താവേ നോക്കിക്കൊള്ളണേ എന്ന് പറയും. കർത്താവേ നോക്കിക്കൊള്ളണേ. ദൈവത്തിന് സ്തോത്രം. ഒരു തീവ്രമായൊരു പ്രയാസമുള്ള കാര്യമാണെന്നിരിക്കട്ടെ, അത് നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന്, ചിന്തയിൽ വന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോഴെല്ലാം, അപ്പോഴെല്ലാം നിങ്ങൾ ഉടനെ കിഴക്കോട്ട് തിരിഞ്ഞ് കുരിശുവരച്ച് പ്രാർത്ഥിക്കണമെന്നല്ല ഈ പറഞ്ഞത്. ഒരുപക്ഷെ നിങ്ങൾ ജോലി ചെയ്യുകയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ജോലി ചെയ്യുകയായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഓഫീസിലിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ പറമ്പിൽ പണിയെടുക്കുകയായിരിക്കും, എന്തെങ്കിലും ജോലി ചെയ്യായിരിക്കും, അടുക്കളയിൽ ധൃതിപ്പെട്ട് ജോലി ചെയ്യുകയായിരിക്കും. അപ്പോൾ നിങ്ങളാ ഓരോ നിമിഷവും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ ഭാരമുള്ള വിഷയം വരുമ്പോൾ ഉടനെ ഒരു നെടുവീർപ്പോടെ കർത്താവിലേക്ക് പറയുകയാണ്, കർത്താവെ നോക്കിക്കൊള്ളണേ, കർത്താവെ രക്ഷിച്ചുകൊള്ളണമേ. ദൈവത്തിന് സ്തോത്രം. മാരകമായ രോഗം നിങ്ങളുടെ ഏറ്റവും സ്വന്തപ്പെട്ട ആൾക്ക്, ഭർത്താവിന് മാരകമായ രോഗം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് മാരകമായ രോഗം വന്നിരിക്കുന്നു. അത് ഹൃദയത്തെ മഥിക്കുന്നൊരു പ്രശ്നമാണ്, ഉള്ളത്തെ വേദനിപ്പിക്കുന്ന പ്രശ്നമാണ്. നാം എന്തെല്ലാം ചെയ്യുമ്പോഴും, ആഹാരം തയ്യാറാക്കുമ്പോഴും, ആഹാരം പാകം ചെയ്യുമ്പോഴും, ആഹാരം വിളമ്പുമ്പോഴും, അതിഥികളെ സൽക്കരിക്കുമ്പോഴും, അല്ലാതെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുമ്പോഴും, അതല്ല പറമ്പിൽ ജോലി ചെയ്യുമ്പോഴും, ഓഫീസിലേക്ക് പോകുമ്പോഴും, യാത്ര ചെയ്യുമ്പോഴും എല്ലാം എപ്പോഴും നമ്മുടെ ഉള്ളിലെ ഈ ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഉള്ളിലൊരു വേദന വിഷയം. അതാണ് പ്രാർത്ഥനയായിട്ട് ദൈവസന്നിധിയിലേക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കണം എപ്പോഴും. പ്രാർത്ഥന അതാണ് ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എന്ന് പറയുന്നതാണ്. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ വളരെ പ്രസിദ്ധമായ വാക്യങ്ങളാണ്. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതാകും നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. എപ്പോഴും സന്തോഷിപ്പീൻ, അതാണല്ലോ നമുക്കില്ലാത്തത്. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. പ്രാർത്ഥനയുടെ വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. പ്രാർത്ഥനയുടെ വാതിൽ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുന്ന ഈ സമയത്ത് ഇപ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ എനിക്ക് ആ പ്രാർത്ഥന വാതിൽ തുറന്നു കിട്ടിയതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ കൂടുതൽ സമയം പ്രാർത്ഥിക്കും. എൻ്റെ കർത്താവിനുള്ളതായി നിരന്തരമായ സമ്പർക്കത്തിലും സംസർഗത്തിലും ഞാനിരിക്കും. നിരന്തരമായ സംസർഗം, നിരന്തരം കർത്താവുമായി ചേർന്ന് ഞാൻ നടക്കും, കർത്താവിനോട് ഒത്തു ഞാൻ നടക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ ഹൃദയം പകർന്നുകൊണ്ടേയിരിക്കും. എപ്പോഴും വേറെ ആരോടെങ്കിലും സംസാരിക്കുകയായിരിക്കും. നമ്മൾ എനിക്ക് നല്ലപോലെ അറിയാം, ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഹൃദയം ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുന്ന എനിക്ക് അനുഭവമാണ്. ഹൃദയം കർത്താവിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഓരോന്നോരോന്ന് കേൾക്കുന്നതെല്ലാം അപ്പോഴപ്പോൾ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ആരെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ഞാൻ അനുഭവിക്കുന്ന കാര്യം പറയാം. സംസാരിക്കുന്ന സമയത്ത് അവർ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷേ ഓരോന്നും അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ വയ്ക്കാതെ ഞാൻ ഉടനെ കർത്താവിലേക്ക് കൊടുക്കുകയാണ്, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ്. അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോഴാണ് അന്ന് പറയുന്നവർക്ക് സമാധാനം കിട്ടുന്നത്, കർത്താവ് സമാധാനം കൊടുക്കുന്നത്. സമാധാനം കൊടുക്കുന്നത് ഞാനല്ല, സമാധാനം കൊടുക്കുന്ന കർത്താവാണ്. കാരണം അവരുടെ പ്രശ്നം ഞാൻ ഏറ്റുവാങ്ങി കർത്താവിലേക്ക് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. ഓരോരുത്തരുടെയും പ്രശ്നമായിട്ട് വരുമ്പോൾ അത് ഏറ്റുവാങ്ങി കർത്താവിലേക്ക് കൊടുക്കുന്നു. ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാം. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുമ്പോൾ, ഞാൻ പണ്ട് കോളേജിലായിരുന്നപ്പോൾ പഠിപ്പിക്കുമ്പോൾ ഞാൻ ബോർഡിൽ തിരിഞ്ഞെന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ ഹൃദയം പകരുമായിരുന്നു. അത് ആർക്കും മനസ്സിലാവുകയില്ല. ഹൃദയം പകരുകയായിരുന്നു. കോളേജിലെ സ്റ്റുഡൻസ് എല്ലാം നോക്കിയിരിക്കുന്നു, ഞാൻ ബോർഡിൽ എഴുതുന്നു, അവരും ബോർഡിൽ നിന്ന് കുറിച്ചെടുക്കുന്നു, അവരും കണ്ടെഴുതുന്നു. ഇതെല്ലാം നടക്കുന്ന സമയത്ത് തന്നെയും ഞാൻ എൻ്റെ ഹൃദയം കർത്താവിലേക്ക് പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈവൻ ലെക്ചർ ചെയ്യുന്ന സമയത്ത് പോലും, ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് പോലും എൻ്റെ ഹൃദയം ഇങ്ങനെ കർത്താവിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയായിരിക്കും. കർത്താവിന് സ്തോത്രം. ഇതൊരു അപൂർവ അനുഭവമായിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട, ഇതൊരു അത്യത്ഭുതമായിട്ടൊന്നും വിചാരിക്കേണ്ട. സത്യമാണ് ഈ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹൃദയം പകർന്നുകൊണ്ടിരിക്കുക, എപ്പോഴും കർത്താവിലേക്ക് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥനയാകുന്ന വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. സ്തോത്രം. ഈ വാതിൽ കർത്താവ് തുറന്നു വെച്ചിരിക്കുന്ന വാതിൽ അടയ്ക്കാൻ ആർക്കും സാധ്യമല്ല. വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ. ഇന്ന് നിങ്ങൾ ഈ ഒരു തീരുമാനത്തിലേക്ക് വരിക. കർത്താവേ, ഞാൻ എൻ്റെ ഹൃദയം ദൈവത്തിലേക്ക് പകരും. എൻ്റെ കർത്താവേ, എനിക്ക് പ്രാർത്ഥനയുടെ വാതിൽ നീ തുറന്നു തന്നിരിക്കുന്നു. കർത്താവേ, ഇതിൻ്റെ സുവിശേഷത്തിൻ്റെ വാതിൽ എനിക്ക് തുറന്നു തന്നിരിക്കുന്നു. വേല ചെയ്യുവാനുള്ളതായി വാതിൽ എനിക്ക് തുറന്നു തന്നിരിക്കുന്നു. ക്രിസ്തു ആകുന്ന വാതിൽ എനിക്ക് തുറന്നു തന്നിരിക്കുന്നു. എൻ്റെ കരുണയുള്ള കർത്താവേ, നിൻ്റെ പരിശുദ്ധന്മാരോടുള്ള ആ സാമീപ്യത്തിനും സംസർഗത്തിനുള്ളതായ വാതിൽ നീ എനിക്ക് തുറന്നു തന്നിരിക്കുന്നു. എൻ്റെ കർത്താവേ, നീ എനിക്ക് തന്നിരിക്കുന്നതായി മഹത്തായ ഭാഗ്യം, അത് ഞാൻ ഉപയോഗിച്ച് ഞാൻ നിരന്തരം നിന്നോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും.
നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാം. ഇപ്പോൾ കർത്താവിന് കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം കൊടുക്കാം. കർത്താവിൻ്റെ വാക്ക് പറയാം, കർത്താവേ, ഇന്നു മുതൽ നാഥ, ഞാൻ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് പകരുന്ന എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ആശങ്കകളും എല്ലാം പകരുന്ന ഒരു വ്യക്തിയായി ഞാൻ ജീവിക്കും. ആഗ്രഹങ്ങളുണ്ട്, ആശങ്കകളുണ്ട്, ഭാരങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളുണ്ട്, എല്ലാം അപ്പോഴപ്പോൾ കർത്താവിൻ്റെയിലേക്ക് ഞാൻ കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അപ്പോഴപ്പോൾ കർത്താവിലേക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾ ആശ്വാസം പ്രാപിക്കുകയാണ്. ആശ്വാസദായകൻ നിങ്ങൾ അരികത്ത് വന്ന് നിൽക്കുന്ന നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടുത്തെ അത്ഭുത വചനങ്ങൾക്കായി ഞങ്ങളതിനെ സ്തുതിക്കുന്നു, ഞങ്ങളതിനെ സ്തോത്രം ചെയ്യുന്നു. രഹസ്യങ്ങളിൽ ഉൾപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങൾക്കായി ഞങ്ങളതിനെ സ്തുതിക്കുന്നു, ഞങ്ങളതിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അടിയങ്ങളെല്ലാവരും ഭവനിരിക്കുന്നല്ലോ. കർത്താവേ, ഞങ്ങളുടെ മേൽ തൃക്കരം വെച്ചല്ലോ. കർത്താവേ, ആ തിരക്കത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഞങ്ങൾ ശക്തിയുള്ളവരായി എഴുന്നേറ്റ് അതിൻ്റെ വേല ചെയ്യുവാൻ ഭാഗ്യം തരണമേ. കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കരുണയുള്ള കർത്താവേ, അവിടുത്തെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലനിൽപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യരാക്കി തീർക്കണമേ. എല്ലാ നന്മകളാൽ ഞങ്ങൾ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.